എന്തായാലും ഇവിടെ കടുവ കണ്ട ആളാണെന്ന് തോന്നുന്നു. അതാണ് പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം. വീണ്ടും കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ആ പട്ടിയെ കടുവ പട്ടിയെ കടുപിടിച്ചെന്നാണോ പറയുന്നത്? ഇന്നത്തെ കാര്യമാണോ സുജിത പറയുന്നത്? ചേച്ചി ഞങ്ങൾക്ക് പേടിയാ സാറേ, പുറത്തിറങ്ങിയിട്ടില്ല. എന്താ ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ വേണം പോകാനായിട്ട്. അത് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പുറത്തു കൂടെ വേണം പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് പേടിയാ പുറത്തിറങ്ങുന്നത്. എന്താ വെച്ചാൽ കാട്ടിലാണ്. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണെങ്കിലും ഫോറസ്റ്റ് ആണ് ചുറ്റിനും. അപ്പൊ ഇന്നലെ രാത്രി തന്നെ 10-11 മണിയാകുമ്പോ ഭയങ്കര ഒരു ഇത് ഇവിടെ വീടിന്റെ അടുത്താ. വീട് നമ്മളിവിടെ ഈ പട്ടി എന്തോ ഒരു ഒറ്റയടി ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഒരു കരച്ചില്, ആ കരച്ചിലിട്ട് ബാക്കി 2 പട്ടികൾ ഭയങ്കര കൊരയായിരുന്നു, കുറച്ച് കൂടുന്നുണ്ടായി. അപ്പൊ രാവിലെ നോക്കുമ്പോ ആ ഒരു പട്ടീനെ കാണുന്നില്ല. 3 പട്ടിയുണ്ടായി, ഒരു പട്ടിനെ കാണുന്നില്ല. രാവിലെ നോക്കുമ്പോ 2 മാത്രമേ ഉണ്ടാവും. 2 ഉള്ളൂ. ഒന്നിനെ പിടിച്ചു നടക്കാൻ ഉറപ്പ്. അത് 200 മീറ്റർ അപ്പുറം, ഈ ഓഫീസിന്റെ 200 മീറ്റർ അപ്പുറം. ഇല്ല, കണ്ടില്ല. രാത്രി 11 മണിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. പലപ്പോഴും എല്ലാ വീടിന് മുന്നത്ത് കൂടെ സംശയങ്ങളുണ്ട്. പുറത്തിറങ്ങാൻ പറ്റിയിട്ട് ഇത്രയും നേരം ഉറപ്പന്നെയാ. കാരണം അത്ര ഒച്ച കേട്ട് രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് 11 മണിയായി. രാത്രി പേടിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഒച്ചയാ പട്ടിയില്. ബാക്കി 2 ഭയങ്കര പൊലിച്ചങ്ങ് തോന്നുന്നുണ്ടായി. നേരം പെട്ടപ്പോ കാണുന്നു. സരസ്വതി. നിലവിൽ കടുവ ഈ പരിസരം